ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ നിന്ന് ഒമാനിലേക്ക് വന്നിറങ്ങുന്ന കാര്യങ്ങളായിരുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വാട്ട് ഐ ബോട്ട് ഫ്രം കേരള ടു ഒമാൻ. അതായത് ഞാൻ എന്തൊക്കെയാണ് കേരളത്തിൽ നിന്ന് പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ള സെഗ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ തീർത്തത് എയർപോർട്ടിൽ വന്ന് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തൊട്ട് വീണ്ടും തുടങ്ങാം. എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് ഡ്യൂട്ടി ഫ്രീ കയറി മദ്യം മേടിക്കുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പുള്ളിക്കുള്ള മദ്യം മേടിച്ചിട്ടുണ്ട്. ഞാൻ മേടിച്ചത് വൈനാണ്. ഞാൻ മേടിച്ച വൈൻ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇനി ഇതൊരു പ്രത്യേക ഇത് എല്ലായിടത്തും കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി കിട്ടത്തില്ലെങ്കിൽ പറയണേ. സ്റ്റാൻലി തലകുത്തിയാണ് അല്ല, തലകുത്തിയല്ല. എനിക്കിവിടുന്ന് നോക്കിയിട്ട് തലകുത്തിയാണ് നിൽക്കുന്നത്. ഇത് സ്റ്റാൻലി എന്നാണ് ഇതിൻ്റെ പേര്, വൈനിൻ്റെ പേര്. ഇത് ഓസ്ട്രേലിയൻ ഫോർട്ടിഫൈഡ് വൈൻ, ഓസ്ട്രേലിയൻ വൈനാണ് ഇത്. ഇതിൻ്റെ പേര് സ്റ്റാൻലി എന്നാണ്. ഇത് ഓസ്ട്രേലിയൻ വൈൻ. ഇത് 2 ലിറ്ററിൻ്റെ ചെറിയ പാക്കാണ് മേടിച്ചത്. ഇത് നല്ല നമ്മുടെ എന്നാ പറയുന്നത് നല്ല മധുരമുള്ള വൈനാണ്. ഇപ്പം അതിൻ്റെ ഞാൻ വൈൻ ഡ്യൂട്ടി ഫ്രീ കയറിയപ്പം മധുരം ഉള്ളതുകൊണ്ട് മധുരം കുറഞ്ഞതുമുണ്ട്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് മധുരമൊക്കെ ഉള്ള ഈ ഹോം മെയ്ഡ് വൈനൊക്കെ ആണെങ്കിൽ നമ്മൾ മുന്തിരിയുടെയൊക്കെ ആണെങ്കിലും പഞ്ചസാര ഇട്ട് അല്ലെങ്കിൽ ശർക്കര ഇട്ട് അങ്ങനെയൊക്കെയാണല്ലോ വൈനുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് വൈൻ എന്ന് കേൾക്കുമ്പം മധുരം ഉള്ളതാണ്. മധുരം ഇല്ലാത്തതുകൊണ്ട് അത് വെസ്റ്റേൺ കൾച്ചറിലാണ്. പക്ഷെ നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ വന്നാണ്ട് നമുക്ക് വൈൻ കേൾക്കുമ്പോൾ മധുരമുള്ള സാധനമാണ്. അപ്പോൾ ഇത് മധുരമുള്ള അതിൻ്റെ അകത്ത് വരുന്നതാണ് ഓസ്ട്രേലിയൻ വൈന്. ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള വൈനാണ്. പേര് സ്റ്റാൻലി. അടുത്തത് കാണിക്കാൻ പോകുന്നത് ഹസ്ബൻഡ് മേടിച്ച സാധനം. ഇപ്പം ഞാൻ കാണിക്കുന്ന മാത്രമല്ല, വേറെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടി ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. ഷിവാസിൻ്റെ 12 ഇയർ ഓൾഡ് വിസ്കിയാണ്. ഏജ് എന്ന് പറയുന്നത് പറഞ്ഞ മാതിരി 12 വർഷം. സ്കോട്ട്ലൻഡ് ബ്രാൻഡാണ് ഷിവാസ്. അപ്പോൾ ഷിവാസ് എന്നാണോ ചിവാസ് എന്നാണോ എന്നറിയത്തില്ല. നമ്മളിപ്പോൾ എനിക്ക് പറഞ്ഞ കേട്ടിട്ടുള്ളത് ഷിവാസ് എന്നാണ്. ഷിവാസ് നല്ല ചിവാസ് എന്നാണ് തോന്നുന്നത്. CHIVAS 12 വർഷം ഓൾഡ് ആയിട്ടുള്ള ചിവാസ് എന്നാണ് പറഞ്ഞത്. ഷിവാസ് അല്ല. ഷിവാസ് എന്ന് പറയുമ്പം പേരായിട്ട് മാറും. ആ പേരല്ല, ചിവാസ് എന്നാണ്. CHI എന്നാണ്. അപ്പം ചിവാസാണ്. അപ്പം അത് വേറെ ഉണ്ട്. അതൊന്നും എനിക്ക് എടുത്ത് കാണിക്കാനുള്ള അനുവാദമില്ല, അതുകൊണ്ട് ഞാനത് എടുക്കണില്ല. പിന്നെ നോർമലായിട്ടുള്ള നമ്മൾ സാധാരണ ലേഡീസ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളിലൊന്നാണ് അച്ചാർ. അതായത് ഞാനിത് ഇവിടെ വന്നതിന് ശേഷം കുപ്പിക്കകത്തിട്ടു. ഇതാ മാങ്ങാച്ചാർ. മാങ്ങ കുനുകുനാന്ന് മാങ്ങാക്കറി, നമ്മുടെ നാട്ടിൽ പറയും മാങ്ങാക്കറി എന്ന്. മാങ്ങ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് അച്ചാറാക്കി വെക്കുന്നു. മാങ്ങാക്കറി. സാധനങ്ങൾക്കൊന്ന് മാറ്റി വെക്കട്ടെ, അല്ലെ പിന്നെ എടുക്കാത്ത ഏതെന്ന് മറന്നു പോകും. മാറ്റി. ഇതൊരു സാധനം. ഇത് കാച്ചിയ എണ്ണ. ഇതൊന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ ചുറ്റിക്കെട്ടി വെച്ചത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇതൊന്നും ചുറ്റിക്കെട്ടി ഇതുവരെ അഴിച്ചിട്ടില്ല. ഇത് കാച്ചിയ എണ്ണ. കുറേ സാധനങ്ങളൊക്കെ ഇട്ട് കാച്ചിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ നാട്ടിൽ ഇവിടെ വരുന്നതിന് മുന്നേ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കാച്ചിയ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ സാധാരണ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുള്ള പൊതുവെ ആണുങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറയത്തില്ല, എനിക്കറിയത്തില്ല. ഞാൻ കാച്ചിയ എണ്ണ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടി വന്ന വീട്ടിൽ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം സകല മനുഷ്യരും കാച്ചിയ എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നോർമൽ നമ്മുടെ പാരച്ചൂട്ടിൻ്റെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഓയിൽ. ഇപ്പോൾ എണ്ണ തൂത്താലും ഇങ്ങനെ ചപ്പി ഇരിക്കത്തില്ല. അപ്പോൾ ഞാൻ പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ്. എൻ്റെ വീട്ടിലെല്ലാവരും പാരച്ചൂട്ട് ഫാനാണ്. അപ്പോൾ പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ് ഞാൻ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കല്യാണം കഴിച്ച് വന്നപ്പോൾ തന്നെ ഇവർ തലമുടി വളരും എന്നുള്ളൊരു കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ കല്യാണത്തിന് മുമ്പത്തേക്ക് ഉപയോഗിച്ചാൽ എന്താവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ കെട്ടിക്കയറി വന്ന വീട്ടിൽ കാച്ചിയ എണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മായിയമ്മ തന്നു വിട്ട കാച്ചിയ എണ്ണയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില കൂടുതലാണ്. കേരള, അതായത് കോക്കനട്ടിനും നമ്മുടെ നാട്ടിൽ സകല കറിക്കും ഉണ്ടാക്കാനായിട്ട് തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ അടുപ്പം 2 ലിറ്ററിൻ്റെ, അത് ഓരോ ലിറ്റർ വീതം
ആട്ടി കൊടുക്കുന്ന മില്ലിനകത്തു നിന്ന് മേടിച്ച് അവർ കുപ്പിയിലിട്ട് പാക്ക് ചെയ്ത് വിൽക്കുന്ന അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നല്ല കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഉള്ള വെളിച്ചെണ്ണ രണ്ട് കുപ്പി വെളിച്ചെണ്ണ. പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ഗൾഫിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, വിനാഗിരി. ഞാൻ അച്ചാർ ഇട്ടതിന് ശേഷം അച്ചാറൊന്ന് ലൂസാക്കാൻ, അച്ചാർ ഞാൻ നാട്ടിൽ എനിക്ക് ഉണ്ടാക്കി തന്നു വിട്ടത് ഭയങ്കര ഡ്രൈ ആയിട്ട്, അപ്പം പാക്ക് ചെയ്ത് വെക്കുമ്പം മറ്റ് തുണിത്തരങ്ങളിലൊന്നും എണ്ണയും ഒന്നും അതിൻ്റെ അകത്തുനിന്ന് ഒലിച്ചിറങ്ങി എണ്ണയും മുളക് ചാറും ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതൊക്കെ കണ്ടപ്പോഴും മനസ്സിലായി അത് ഇതിങ്ങനെ അലുവ പോലെ ഇരിക്കും, അലുവ പോലെയാണ് ഇരിക്കുന്നത്. അച്ചാറിട്ടതാണ്, ഉണ്ടായി വന്നപ്പോൾ അലുവ പോലെയായി. പിന്നെ അത് ലൂസാക്കാൻ വേണ്ടിയാണ് വിനാഗിരി. ഇതിട്ട് ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, എനിക്കിങ്ങനെ ഒലിച്ച് കിടക്കണമെന്ന് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഈ വിനാഗിരി കിട്ടാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ള വിനാഗിരി ഞാനിങ്ങനെ എടുത്തോട്ട് പോന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കുപ്പിത്തരങ്ങൾ. ഇനി അടുത്തത് ബേക്കറി ഐറ്റംസ് കാണിക്കാവേ. ഞാൻ ഒന്ന് എടുത്തിട്ട് പിന്നെ വീണ്ടും ഞാൻ സാധനങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകണം ബൂന്തി മിക്സർ. ഇതിൻ്റെ അകത്ത് ബൂന്തിയാണ് കൂടുതലുള്ള, മറ്റേ വെർമിസെല്ലി നീളമുള്ള കുനുകുനയല്ല, നീളത്തിലിരിക്കുന്ന സാധാരണ നോർമൽ മിക്സറിനകത്തുള്ള വെർമിസെല്ലി ഇതിനകത്തില്ല, ബൂന്തി മാത്രമേ ഉള്ളൂ. ബൂന്തി മിക്സറാണ്, അതെ ബൂന്തിയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ. അപ്പം ബൂന്തി മിക്സർ. അടുത്തത് കപ്പ വറുത്തത്, കാലിക്കട്ട് സ്വീറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കപ്പ. അപ്പോൾ ഇതൊന്നും പരസ്യമായിട്ട് വിചാരിക്കരുത്, ഒരിക്കലും പരസ്യം ആൾക്കാർ എനിക്ക് തരാനുള്ള സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ്, അല്ലാതെ എനിക്കാരും കാശ് തന്നിട്ടില്ല, ഫ്രീ ആയിട്ടും തന്നിട്ടില്ല. അപ്പോൾ അതിന് തരാനുള്ള സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അത്രേ ഉള്ളൂ. അത് നോർമലായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. ഇനിയിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് സ്പോൺസർ ചെയ്താണെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ വെയിറ്റാണ്. ഇത് അടുത്തത് പഴം വറുത്തത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പഴം വറുത്തത്. എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവുമല്ലോ പഴം വറുത്തത്. എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഞാൻ ഈ സാധനം ഇപ്പോൾ ഈ കാണിച്ച പഴം വറുത്തതെന്ന് പറയുമ്പോൾ അവരങ്ങനെ അധികം മേടിച്ചിട്ടുമില്ല കഴിച്ചിട്ടുമില്ല. അപ്പം എൻ്റെ അമ്മായിയമ്മ വിചാരിക്കണമെന്ന് അറിയാം, പഴംപൊരി അതായത് പഴംപൊളിക്കാണ് ഞാൻ പഴം വറുത്തതെന്ന് പറയുന്നതെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ പുറത്ത് പോയിട്ട് കോട്ടയം എവിടെ കണ്ട് പോയിട്ട് തിരിച്ച് വന്നപ്പം ഈ സാധനം ഞാൻ മേടിച്ച് കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് പഴം വറുത്തത്. അപ്പോൾ അതുവരെ ഞാൻ പഴം വറുത്തതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പഴംപൊളി അതായത് പഴംപൊരിക്കാണ് ഞാൻ പഴം വറുത്തതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചുമ്മാ ഇതൊക്കെ കയ്യിൽ കണ്ടപ്പോൾ അല്ല, ഈ സാധനം പാക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ഇങ്ങനെ ഇതിന് മുന്നത്തെ കഥകളൊക്കെ ഇങ്ങനെ ഓർത്ത് നിന്നങ്ങ് പറഞ്ഞു പോയതാട്ടോ. വെറുതെ കേട്ടിരിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. അടുത്തത് കായ വറുത്തത് ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ട് അവസാനം കായത്തോരൻ വെക്കുന്ന രീതിയിലുള്ള പാക്കറ്റാണ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഏത് സാധാരണ വട്ടത്തിലുള്ള ഓണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇത് ചില സ്ഥലത്ത് ഇങ്ങനെ ഓണത്തിന് ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാവറുത്തത് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള കാവറുത്തതല്ലല്ലോ ചോദിക്കുന്നത്. കാവറുത്തത് മേടിക്കാൻ പറഞ്ഞപ്പോൾ കുനുകുന അതായത് കായത്തോരൻ വെക്കുന്ന രീതിയിലുള്ള കായ വറുത്തത് കൊണ്ടുവന്നു. പിന്നെ ഇത് വീണ്ടും പഴം വറുത്തത് തന്നെ, പഴം വറുത്തത് പൊടിച്ചതെന്നല്ല പെട്ടിയിലിരുന്ന് പൊടിഞ്ഞു. അടുത്തത് ഇത് ചുരുട്ടെന്ന് പറഞ്ഞാൽ കോട്ടയം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ സാധനം. ചുരുട്ടെന്ന് പറഞ്ഞാൽ ഇത് അവലോസ് പൊടി അരിപ്പൊടിക്കകത്ത് മുക്കിയിട്ട് വറുത്തെടുക്കുന്ന സാധനം, അവലോസ് പൊടിയും കൊണ്ടുള്ള ചുരുട്ട്. ഇതിന് ചുരുട്ടെന്ന് തന്നെയാണ് പേര്, വേറെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അവലോസ് പൊടിയുടെ ചുരുട്ട്. ഇതൊന്ന് ഭാഗ്യത്തിനൊന്നും പറ്റില്ല, ഇതിങ്ങനെ ഓലപ്പടക്കം പോലെ ഇരിക്കുന്ന കാരണം ഓലപ്പടക്കം അങ്ങനെയൊക്കെ എന്നാ ഓലപ്പടക്കം തന്നെ പറയുന്നത്, ഓലപ്പടക്കം പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ തന്നെ ഒട്ടിയിരിക്കുന്ന കാരണം ഇത് പൊട്ടിപ്പോയില്ല. പിന്നെ അവലോസ് ഉണ്ട മേടിച്ച് ഞാൻ ഇവിടെ അത് കുറച്ച് സാധനം കമ്പനിയിലോട്ട് കൊടുത്തു വിട്ടു കേട്ടോ, അവിടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട്. അവലോസ് ഉണ്ടയായിട്ട് മേടിച്ചിട്ട് ഇതിലും ഭേദം പൊടിയായിട്ട് കൊണ്ടുവരുമായിരുന്നു. അവലോസ് പൊടിയായിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഉണ്ട പിടിച്ചിട്ട് പിന്നെ അത് പൊടിച്ചിട്ട് തിന്നേണ്ട കാര്യമില്ലല്ലോ. അതിലും ഭേദം അവലോസ് പൊടി പഞ്ചസാര ഇട്ട് കോരി തിന്നുന്നതായിരുന്നു.
പ്ലെയിനെ കയറി ഇവിടെ വന്നതിന് ശേഷം അവലോസ് ഉണ്ട തിന്നാൻ വേണ്ടിയിട്ട് അവലോസ് ഉണ്ടയുടെ പാക്കറ്റ് എടുത്തു. അത് പൊടിയായിട്ടിരിക്കുന്നു. പൊടിഞ്ഞ ചിച്ചാവ് എന്ന് പറഞ്ഞ് എറിഞ്ഞ് പൊട്ടിച്ചാൽ അത്രയും നല്ല രീതിയിൽ പൊടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മിക്സിയിലിട്ടാൽ ഒരു കട്ടിയുള്ള പാകം ഉണ്ടാവില്ല, അത്രയും പൊടിയത്തില്ല. പ്ലെയിനെ കയറ്റി ഇവിടം വരെ ഒന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ. 3 മണിക്കൂർ പ്ലെയിനിൽ ഇരുന്ന്, അതായത് പ്ലെയിനിൽ നിന്നല്ല, എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് എടുത്തെറിയുന്ന സമയത്ത് ഉണ്ടയായിട്ടിരുന്ന സാധനം മസ്കറ്റിൽ വന്നതിന് ശേഷം പൊടിയായി. അത് ഇതിൻ്റെ അകത്ത് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഉണ്ടേ കാണിച്ചു തരാം കേട്ടോ. ചിലതൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇതുകൂടെ എല്ലാം കൂടെ കൊണ്ടുപോയി കാണിക്കൊന്ന് കാണിക്കാതെ. ചിലയിടത്ത് ഉണ്ട, ചിലയിടത്തും ഇത് ഉരുണ്ട്, ചിലയിടത്ത് ഉരുണ്ടും, ചിലയിടത്ത് പരന്നും, ചിലയിടത്ത് പൊടിയായിട്ട്. ഇതുണ്ട്, ഇവിടെയൊക്കെ പൊടിഞ്ഞിരിക്കുന്നു, ഇവിടെയൊക്കെ പരന്നിരിക്കുന്നു, ഇവിടെയൊക്കെ ഉരുണ്ടിരിക്കുന്നു. ഉരുണ്ടും പരന്നും പിന്നെ പൊടിഞ്ഞും അങ്ങനെയാണ്. ഈ ഒരുതരം പരസ്യമുണ്ട് തിയേറ്ററിൽ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ, ചിലയിടത്ത് പുക, ചിലയിടത്ത് എന്തോ സംഗതി. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ അവലോസ് ഉണ്ട ഇരിക്കുന്നത്. ചിലയിടത്ത് ഉരുണ്ടിരിക്കും, ചിലയിടത്ത് പരന്നിരിക്കും, ചിലയിടത്ത് പൊടിഞ്ഞിരിക്കും. അതാണ് എൻ്റെ അവലോസ് ഉണ്ടയുടെ പരുവം. എല്ലാം 2 പാക്കറ്റ് വീതം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പാക്കറ്റ് പറഞ്ഞാൽ അത് കൊടുത്തു വിട്ടു, എടുത്തു വെച്ച് താഴെ പോയാട്ടോ. ഇത് വീണ്ടും ചുരുട്ട്, എല്ലാം 2 പാക്കറ്റ് വീതമുണ്ട്. പ്രത്യേകിച്ച് വേണ്ടി കാണിക്കുന്നത് വീണ്ടും ചുരുട്ട്, അവലോസിൻ്റെ ചുരുട്ട്. ഇപ്പോൾ ചുരുട്ട് മാത്രമേ ഉള്ളൂ, വേറെ കുറേ കാണുമെന്ന് വിചാരിച്ചപ്പോൾ ചുരുട്ടിൻ്റെ പെരുന്നാളാണല്ലോ. വീണ്ടും ചുരുട്ട് നമ്പർ 1, ചുരുട്ട് നമ്പർ 2, ചുരുട്ട് നമ്പർ 3. പിന്നെ ഇത് നമ്മുടെ സാധാരണ ബേക്കറികളിലൊക്കെ പണ്ട് കാലത്ത് നമ്മൾ മേടിച്ച് തിന്നുകൊണ്ടിരുന്ന ഈ സാധനം എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന സാധനമാണ്. വല്യമ്മ വല്യമ്മമ്മി. അപ്പം വല്യമ്മമ്മിയുടെ അടുത്ത് ചെല്ലുമ്പോൾ വല്യമ്മമ്മി ചായയും ഒരു പാത്രത്തിൽ ഈ ബിസ്ക്കറ്റും ഇട്ട് തരും തിന്നാനായിട്ട്. അപ്പോൾ എൻ്റെ വല്യമ്മേനെ ഓർക്കാനൊരു സാധനം ആയി. ഇത്രേ സാധനമുള്ളൂ, ഇതിലും കൂടുതലുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കമ്പനിയിലേക്ക്. പിന്നെ ഒരു ഉണ്ണിയപ്പം ഉണ്ട്. ഉണ്ണിയപ്പം അത് അങ്ങപ്പുറത്തിരിക്കും. അതിപ്പോൾ കാലത്തേക്ക് കാണിക്കാനൊന്നുമില്ല. ഉണ്ണിയപ്പം തന്നെ 4 എണ്ണം ഉള്ളൂ ഇവിടെ. എനിക്ക് കഴിക്കാനായിട്ട് 4 എണ്ണം എടുത്ത് വെച്ചിട്ട് ഒരു ബാക്കിത്തെ 3/4, അതായത് വലിയ 1 കിലോയുടെ അടുത്ത് ഉണ്ടാക്കിയതാണ്. അതിൽ ഉണ്ടാക്കി മേടിച്ചതാണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് മേടിച്ച് കഴിഞ്ഞിട്ട് കമ്പനിയിലെ ആൾക്കാർ മലയാളികൾ കൂടുതലായതുകൊണ്ട് എനിക്കുള്ളൊരു 4 എണ്ണം ഇവിടെ വെച്ചിട്ട് ബാക്കി നെയ്യപ്പം കമ്പനിയിലോട്ട് കൊടുത്തു വിട്ടു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നേക്കും വരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യുന്നില്ല. അല്ല, ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എനിക്കൊരു എന്നാ പറയുന്നത്, എൻ്റെ പോരായ്മകൾ തിരുത്താനായിട്ടൊരു അവസരമാണല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.